വിരുന്നിന് പൊറോട്ട, ചപ്പാത്തി, നാൻ, നെയ്ച്ചോറ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കുറുമ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിതാ ചിക്കൻ കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 ഏലക്കായ്, 2 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, 10 കുരുമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കുരുമുളകും പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തതും ഒരു 20 ചെറിയുള്ളി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റോളം അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. 5 മിനിറ്റിനുള്ളിൽ ഇടക്കൊന്ന് തുറന്നിട്ട് മിക്സ് ആക്കി കൊടുക്കണം, അത് മറക്കരുത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ മുടിയൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് കട്ട് ചെയ്തിട്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കിലോ ചിക്കൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാതെ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ഇതിലേക്ക് വഴറ്റി ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്താൽ നമ്മൾ ഈ ഒരു കറിക്ക് നല്ലൊരു കളറും കിട്ടും. തൈര് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ചിക്കൻ എല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 20 അണ്ടിപ്പരിപ്പ് 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ടിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ തേങ്ങയെല്ലാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേവാനായിട്ട് വെച്ച ചിക്കൻ ഒന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ടാവും നമ്മളിത് വേവാനായിട്ട് വെച്ചിട്ട്. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം, അത് മറക്കരുത്. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു ഹാഫ് വേവേ ആയിട്ടുള്ളൂ, ഒരു 15 മിനിറ്റ് എല്ലാം ആവും നന്നായിട്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും എരിവാണ് ഉണ്ടാവുക. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്തിട്ട് നമുക്കിത് അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഗ്രേവി വേണ്ടത്. ഒന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് തിക്കായി കിട്ടും. അണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ അരച്ച് വെച്ചതല്ലേ, അപ്പോൾ ഇതുപോലെ നല്ല തിക്കായി കിട്ടും. പിന്നെ നല്ല കളറും ഉണ്ടല്ലോ കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിക്കും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മളിതിൽ തക്കാളി വഴറ്റി ചേർക്കുന്നില്ല, ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു എരിവും കൂടി ആകുമ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു പച്ചമുളക് ഇങ്ങനെ പച്ചക്ക് കടിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ഒരു ചിക്കൻ കുറുമയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.